അമ്മ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കാൻ പോവാം കേട്ടോ. എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് നേരം ഒന്ന് കിടക്കണം. പിന്നെ അമ്മയ്ക്ക് ഇവിടെ മീനെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതൊന്ന് കറി വെച്ചാൽ മതി. ബാക്കി വല്ല പണി ഞാൻ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ചെയ്യാവുന്ന പണികളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് നേരം കിടക്കട്ടെ. എന്നെ വിളിക്കല്ലേ കേട്ടോ അമ്മ. ഞാൻ കുറച്ച് നേരം കിടന്നിട്ട് എഴുന്നേറ്റ് വന്നോളൂ. ശരിയെന്ന്. അവളെ ഒരു പീരീഡ്സ് നമുക്കൊന്നും ആകാത്ത പോലെ അവക്കളെ പീരീഡ്സ്. എന്തിനാണോ എൻ്റെ ചെറുക്കനെ കൊണ്ട് ഇതിനെ കെട്ടിപ്പിച്ചത്? വലിയ ജോലി പറയുമ്പോൾ അവൾക്ക് എടി മോളെ, നീ അമ്മയ്ക്കൊരു സഹായം ചെയ്യാമോ? എന്തോ അമ്മേ? അമ്മയ്ക്ക് കുറച്ച് പൈസയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. മോളുടെ വള ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പണയം വെക്കായിരുന്നു. അതേ അമ്മേ, എൻ്റെ വളയുണ്ടല്ലോ ചേട്ടൻ 2 വർഷം മുന്നേ പണയം വെക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ കിട്ടിയില്ല. അതിന് പോയോന്ന് പോലും അറിയത്തില്ല. അതിന് എൻ്റെ കയ്യിൽ വേറെ സ്വർണ്ണമൊന്നും ഇല്ല. പിന്നെ അച്ഛനും അമ്മയും വഴക്കും പറയും. അപ്പം എങ്ങനെ ഞാൻ തരാനാ? അമ്മ ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ വരുമ്പോൾ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്ക്. എൻ്റെ ഒന്നും ഇല്ല. ഓ എന്നാ ശരി മോളെ, വേണ്ട. അവൾ ആരാന്ന് അവളെ വിചാരം? അവളുടെ ഒരു വള ചോദിച്ചപ്പോൾ അവള് ചേട്ടനോട് ചോദിക്കണം. ഈ ചേട്ടൻ ആരാ അവളുടേത്? എൻ്റെ മോൻ തന്നെ അല്ലേ? അവക്കളൊരു ചേട്ടനോട് ചോദിക്കട്ടല്ലോ. അവളിങ്ങി വരട്ടെ, അവനിങ്ങി വരട്ടെ, അവനോട് വേണം ചോദിക്കാനായിട്ട്. അമ്മേ, ഇതാര്? എൻ്റെ മോള് വന്നോ? എന്തുണ്ടടി വിശേഷം? നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ കുഞ്ഞേ. വാ അകത്ത് വാ, ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. വാ അകത്ത് വാ. മോളെ നീ ഇവിടെ ഇരിക്കേ. പിന്നെ എന്തുണ്ടടി വിശേഷം? നിനക്ക് എന്ത് തോന്നി ഇങ്ങോട്ടൊക്കെ വരാനായിട്ട്? നിന്റെ പിള്ളേരൊക്കെ എന്തേടി? അവർ സ്കൂളിൽ പോയാ? മോക്കെന്താ വേണ്ടത് കുടിക്കാൻ? എന്തോ വേണം? അവളോ? അവിടെ എവിടെയെങ്കിലും കാണും. നീ എന്തായാലും ഇപ്പം വന്നത് നന്നായി. ഞാൻ ഒന്നും പതുക്കെ പറയാം. അവളകത്തുണ്ട്. ഞാൻ അവളോടെ കുറച്ച് കാശ് ചോദിച്ചു, അല്ലെങ്കിൽ ഒരു വള തരാമോ ചോദിച്ചപ്പോൾ അവളൊരു പത്രാസ് കാണണം. അവളെ ചേട്ടനോട് ചോദിച്ചിട്ട് അവർക്ക് തരാൻ പറ്റത്തുള്ളൂ. ഈ ചേട്ടൻ ആരാ? എൻ്റെ മോൻ തന്നെ അല്ലേ? അവളെ ഒരു ജോലിയും ചെയ്യില്ലാടി. കുറച്ചു മുന്നേ പീരീഡ്സാന്ന് പറഞ്ഞിട്ട് അവളങ്ങ് കയറി പോയി കിടന്നുറങ്ങി. അപ്പം ജോലി ചെയ്യണ്ടല്ലോ, നമ്മൾ ആരും നിർബന്ധിക്കില്ലല്ലോ. നീ എൻ്റെ മോളുടെ വീട്ടിലെങ്ങനെയാ? ഇങ്ങനെയൊക്കെ തന്നെയാണോ? എനിക്കറിയാം എൻ്റെ മോളല്ലേ നീ. എനിക്കറിയാം നീ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പിന്നെ വേറെ വിശേഷമൊക്കെ പറയാം. നീ ഇന്ന് 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ? ശരി, നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ആദ്യമേ കീർത്തി എപ്പോഴാ വന്നേ? ജ്യൂസ് എടുക്കട്ടെ? അമ്മയ്ക്ക് വേണം അമ്മ ജ്യൂസ് ഞാൻ എടുത്തോണ്ട് വരാം കേട്ടോ. അവിടെ ഇരിക്കുക കേട്ടോ. ഇപ്പൊ വരാവേ. മക്കൾക്കൊക്കെ സുഖം തന്നെ കീർത്തി? അല്ലേ, ഓക്കെ. മോളെ അമ്മു, നാടെ കീർത്തി വന്നു, നീ കണ്ടില്ലായിരുന്നോ? മോളെ പിന്നെ ഞാൻ ഫ്രിഡ്ജിലെ കുറച്ച് ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും കീർത്തിയൊക്കെ വന്നേല്ലേ മോൾ, അതൊന്നൊക്കെ ഒന്ന് കറിയൊക്കെ വെച്ച് ഒന്ന് ശരിയാക്കി വെക്കണം കേട്ടോ മോളെ. ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ കുറച്ച് സമയം കേട്ടോ. മോൾ ഇതൊന്നൊക്കെ ഒന്ന് ചെയ്ത് വെക്കണേ. ശരി മോളെ. അമ്മേ, നാത്തൂനെ കൂടി വിളിച്ചോ? നമുക്ക് 3 പേർ കൂടി അടുക്കളയിൽ കയറി ചിക്കൻ വെക്കാം. അപ്പൊ പെട്ടെന്ന് തീരുമല്ലോ. അല്ല ഞാൻ മാത്രം അവിടെ കിടന്ന് ജോലി ചെയ്ത് ഇപ്പോഴൊന്നും തീരത്തില്ല അമ്മ. അമ്മ ഒരു കാര്യം ചെയ്യും, നാത്തൂനെയും കൂടി വിളിക്കണം. നമുക്ക് 3 പേർ കൂടി ഇരുന്ന് ജോലി ചെയ്യാം. അപ്പോൾ വേഗം തീരുകയും ചെയ്യും. അല്ല ഞാൻ മാത്രം അവിടെ നിന്ന് ജോലി ചെയ്യുന്നത്, ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്ന് ചെയ്യണ്ടേ? അതുകൊണ്ടാണ്. വേഗം വാ, നമുക്ക് 3 പേർ കൂടി പോയിട്ട് ചിക്കൻ കറി വയ്ക്കാം. വാ, നാത്തൂനും വാ. വാ പോവാം. ഞാനൊരു ചിക്കൻ വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്കാണ് അവളുടെ ഇത്രയുള്ള അഹങ്കാര വാക്കുകൾ. നമ്മുടെയൊക്കെ കാലത്ത് അമ്മായിമ്മമാരോട് നമ്മൾ ഇത്ര സംസാരിക്കാറോ പോലുമില്ല. ഇപ്പോഴത്തെ മരുമക്കളോട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അന്നേരം അവർക്ക് പറ്റിയതായിട്ടുള്ള കുറേ ന്യായങ്ങളുണ്ട്. നീ ഇങ്ങനെയാണോടി നിന്റെ അമ്മായിയമ്മയോടും? ഞാനായതുകൊണ്ട് കൊള്ളാം, വേറെ വല്ലവരും ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരോട് ഒന്നും പറയാൻ പറ്റത്തില്ല, അഹങ്കാരി പിള്ളേർ.